വല്ലാത്തൊരു സീൻ തന്നെയാണ്. കാര്യം ഞങ്ങളും കടുവയും മാത്രമുള്ള ആ പരിസരത്ത് വേറെ വാഹനങ്ങളോ ആളുകളോ മൃഗങ്ങളോ പോലും ഇല്ല എന്നുള്ളതാണ് കേട്ടോ. ഇതുണ്ടോ ലെപ്പേഡിനെ കണ്ട സ്ഥലത്താണേ ആ സ്മെല്ലെടുക്കും കേട്ടോ. ലെപ്പേഡിൻ്റെ കണ്ടോ, ലെപ്പേഡ് കയറിപ്പോയി. അടിയടാ മറിഞ്ഞു. എന്നുണ്ടോ നമുക്ക് രണ്ടാമത്തെ ടൈഗറിനെ കിട്ടി. ഒന്ന് നോക്കണ്ട, നല്ല സൈസുള്ളൊരു കരടിയാണ്. ഈ ബന്ദിപ്പൂർ മസനഗുഡി റൂട്ടിലൊക്കെ പോകുമ്പോൾ മിക്കവാറും നമുക്ക് കരടികളെ കാണാൻ പറ്റും. ഹലോ ഫ്രണ്ട്സ്, വാണ്ടർലസ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ബന്ദിപ്പൂരാണ്. മോർണിംഗ് സഫാരിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒരു രക്ഷയില്ല കേട്ടോ, ഒടുക്കത്തെ തണുപ്പാണ്. പുറത്തേക്ക് ഇറങ്ങിയതേ ഉള്ളൂ, കൈയൊക്കെ മരയ്ക്കാനായിട്ട് തുടങ്ങി. നമ്മുടെ ഈ ഒരു ട്രിപ്പ് വരുന്നത് 4 മണിക്കൂറാണ്. അപ്പോൾ 4 മണിക്കൂർ ട്രിപ്പ് ബന്ദിപ്പൂരിലുണ്ടോയെന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും അല്ലേ? അതിൻ്റെ ഡീറ്റെയിൽസ് പുറകെ പറഞ്ഞു തരാവേ. കാടിനുള്ളിലേക്ക് കയറി തുടങ്ങിയപ്പോഴത്തേന് പതിയെ മിസ്റ്റ് കയറി തുടങ്ങി. 7:30-8 മണി വരെയൊക്കെ നല്ല രീതിയിൽ മിസ്റ്റായിരിക്കും എന്നാണ് കേട്ടോ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ സൈറ്റിംഗ് എത്രമാത്രം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ചെറിയൊരു ആശങ്ക ഇല്ലാതില്ല. മഞ്ഞിൽ കുളിച്ച് ആനക്കൂട്ടം നിൽക്കുന്ന കേട്ടോ, എന്നാ കാഴ്ചയല്ലേ. നമുക്ക് ചേർന്നാണ് കേട്ടോ തള്ളയാനയും കുട്ടിയാനയും നിൽക്കുന്നത്. തൊട്ടപ്പുറം മാറി വേറൊരു ആനയുണ്ട്, ബാക്കിലേക്ക് വേറെ ആനക്കൂട്ടം തന്നെ ഉണ്ട് കേട്ടോ. ഇതിന് തൊട്ടടുത്തായിട്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ താമസിക്കുന്ന സ്ഥലങ്ങളൊക്കെയാണ്. മനുഷ്യ സാമീപ്യം ഉള്ളത് കൊണ്ടാവാം ഇവരെ രാത്രി ഇവിടെ തന്നെ തമ്പടിച്ചേക്കുന്നത്. കാര്യം കുട്ടിയാന ഉള്ളത് കൊണ്ട് തന്നെ കടുവ ആക്രമിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മനുഷ്യ സാമീപ്യം ഉള്ളിടത്തേക്ക് കടുവ അങ്ങനെ വരാറില്ല. പക്ഷേ ഈ കോമ്പൗണ്ടിൽ മീശക്കാരി പുലി തൻ്റെ 2 മക്കളുമായിട്ട് താമസിക്കുന്നുണ്ട്. പുലി പക്ഷേ ആനയെ അറ്റാക്ക് ചെയ്യാറില്ല, പക്ഷേ കടുവ അങ്ങനെയല്ല കേട്ടോ, കുട്ടിയാനകളെ അറ്റാക്ക് ചെയ്യും. നോക്കിയേ എന്ത് രസമുള്ളൊരു കാഴ്ചയാണെന്ന്. എന്നാ ഫ്രെയിമല്ലേ. ഈ ഒരു കാഴ്ച കണ്ടിട്ട് ഇവിടെ നിന്ന് പോകാൻ തോന്നുന്നില്ലെന്നുള്ളതാണ് കേട്ടോ വാസ്തവം. പക്ഷേ അത് ആനകൾക്ക് അത്ര ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. കുറച്ച് മാറി നിന്ന് ആന പതിയതാ കുട്ടിയാനയുടെ അടുത്തേക്ക് വരുന്നത് കേട്ടോ. കുറച്ചുകൂടെ സംരക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതുപോലെ കുട്ടിയാനയുമായിട്ട് നടക്കുന്ന തള്ളയാനയോടൊപ്പം ഒരു മുതിർന്ന ആന കൂടി എപ്പോഴും കാണാറുണ്ട്. പക്ഷേ ഇവരൊരു ഗ്രൂപ്പാണ് കേട്ടോ. പിന്നിൽ വേറെ ആനകളുണ്ട്. നോക്കി മഞ്ഞിനകത്തുകൂടെ ഒരു നിഴലിറങ്ങി വരുന്നത് കണ്ടോ. അവനങ്ങനെ പുല്ല് നിന്ന് കിടക്കുവാണേ. ആനകൾ ഇതുപോലെ പല സ്ഥലങ്ങളിലായിട്ട് ചിന്നിച്ചിതറി നിൽക്കാറുണ്ട് കേട്ടോ. പെട്ടെന്ന് ഒരു ആനയുടെ ഫ്രണ്ടിൽ ചെന്ന് നമ്മൾ ചിലപ്പം വേറെ ഏതെങ്കിലും വഴിക്ക് ഓടുന്ന സമയത്ത് മറ്റൊരാനയുടെ കീഴയിലേക്കായിരിക്കും ചെത്ത് കയറുന്നത്. അതുകൊണ്ട് കാട്ടിലൊക്കെ പോകുന്ന സമയത്ത് നല്ല രീതിയിൽ ശ്രദ്ധിച്ച് വേണം പോകാനായിട്ട്. അങ്ങനെ ഇതാ ദൂരെ മാറി നിന്ന് ആന പതിയെ നടന്ന് നമ്മുടെ കുട്ടിയാനയുടെയൊക്കെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമ്മുടെ വണ്ടി പോകുന്നോടം വരെയും പുള്ളിക്കാരി ഈ ആനയോടൊപ്പം ഇവിടെ തൊട്ടടുത്ത് തന്നെ കാണും കേട്ടോ. എന്നാൽ പിന്നെ അവർ പതിയെ പുല്ലൊക്കെ തിന്നിട്ട് അങ്ങനെ നിൽക്കട്ടല്ലേ, നമുക്ക് പതിയെ മുമ്പോട്ട് പോയേക്കാവേ. ബാക്കിയുള്ളവരൊക്കെ തണുപ്പത്ത് എന്തെടുക്കുവാണോ ആവും. എന്താണേലും വേറെ കാഴ്ചകൾ കിട്ടുമോ നോക്കാം നമുക്ക്. വഴി പോലും കാണാത്ത രീതിയിൽ മിസ്റ്റാണ് കേട്ടോ. നമ്മുടെ ഡ്രൈവർ ചേട്ടൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു 1.5 മണിക്കൂറോളം നല്ല മിസ്റ്റായിരിക്കും എന്നുള്ളത്. പക്ഷെ ഇത്രയും പ്രതീക്ഷിച്ചില്ല. നോക്കി ഒന്നും കാണത്തില്ല കേട്ടോ. കാട്ടിലെവിടെ നോക്കിയാലും അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. നോക്കിയാൽ 2 ആൺമയിലുകളിരുന്ന് പീലിയൊക്കെ കുത്തി റെഡിയാക്കുന്നത് കണ്ടോ. കുറച്ചുകൂടെ വെയിലൊക്കെ വന്നിട്ട് വേണം പീലിയൊക്കെ വിരിച്ച് നിന്ന് ഇതിലേ പോകുന്ന പെൺമയിലുകളെയൊക്കെ ആകർഷിക്കാനായിട്ട്. അതിനുള്ള തയ്യാറെടുപ്പിലാണെന്ന് തോന്നുന്നു പിള്ളേർ. എന്താണേലും നല്ല ഭംഗിയുള്ള കാഴ്ചയാണ്. ലോകത്ത് വിവിധയിനം തത്തകളുണ്ടെന്ന് നമുക്കറിയാമല്ലോ. അതിലേറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരിനമാണ് കേട്ടോ ഈ മോതിരത്തത്ത, അല്ലെങ്കിൽ നാട്ടുതത്ത, പഞ്ചവർണ്ണത്തത്ത എന്നൊക്കെ അറിയപ്പെടുന്ന റിംഗ് നെക്ഡ് പാരക്കീറ്റ്. അവരെ നിലത്തുനിന്ന് എന്തൊക്കെയോ കുത്തിപ്പെറുക്കി തിന്നുവാണ് കേട്ടോ. ഈ ഒരു സഫാരി നമുക്ക് 4 മണിക്കൂറാണ് കേട്ടോ ഉള്ളത്. 4 മണിക്കൂർ നമ്മൾ ഇന്ന് ഈ ഒരു കാട്ടിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. JLR സഫാരി വരെ 3 മണിക്കൂറേ കിട്ടുന്നുള്ളൂ. പിന്നെ ജിപ്സി സഫാരി എങ്ങനെ 4 മണിക്കൂർ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ. ഒരു ജിപ്സി സഫാരി വരുന്നത് 2 മണിക്കൂറാണ്. അങ്ങനെ 2 ജിപ്സി സഫാരികൾ
അടുപ്പിച്ചെടുത്തിരിക്കുകയാണ് കേട്ടോ. നമ്മൾ രാവിലെ 6:30 മുതൽ 8:30 വരെയുള്ളതും 8:30 തൊട്ട് 10:30 വരെയുള്ളതും ചേർത്തെടുത്തിരിക്കുകയാണ്. അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അതാണ് കേട്ടോ 4 മണിക്കൂർ സഫാരി. നോക്കി റോഡിന് നടുക്കായിട്ട് കുറേ ലങ്കൂറുകൾ ഇരിക്കുന്നത് കേട്ടോ, കൂട്ടം കൂടി ഇരിക്കുകയാണ് കേട്ടോ അവർ. നോക്കടാ നമ്മുടെ മാർഗേ കിടക്കുന്ന മർക്കടാ നീ അങ്ങ് മാറിക്കിടക്കട. നിങ്ങൾ ആരെങ്കിലും ഇത് പഠിച്ചിട്ടുണ്ടോ? ഭീമൻ ഹനുമാനോട് പറയുന്നതാണ് കേട്ടോ വഴിയിൽ നിന്ന് മാറിക്കിടക്കാനായിട്ട്. ഇത് കണ്ടപ്പോഴത്തേന് ശരിക്കും അതാണ് തോന്നിയത്. ഇവന്മാരെല്ലാം കൂടെ ഞങ്ങളുടെ വഴി മുടക്കി നിൽക്കുകയാണ്. പക്ഷേ വണ്ടി മുമ്പോട്ടെടുത്ത് ഇവന്മാർ ഓടിക്കോളുവേ. ബ്ലാക്ക് ഷോൾഡേഡ് കൈറ്റ് എന്നാണ് കേട്ടോ ഈ ഒരു പക്ഷി അറിയപ്പെടുന്നത്. മലയാളത്തിൽ വെള്ളിയേറി എന്നാണ് കേട്ടോ പേര്. കൂടുതലും വരണ്ട പ്രദേശങ്ങളിലും അതുപോലെ തന്നെ കുറ്റിക്കാടുള്ളിടത്തുമൊക്കെയാണ് കേട്ടോ കാണുന്നത്. വീണ്ടും നമുക്കൊരു കൂട്ടം മാനുകളെ കാണാവേ. നോക്കിയേ, മാനിൻ്റെ ഒപ്പം ഒരു മൈനയും ഉണ്ട് കേട്ടോ. ആൾ പറന്നുപോയി. ഒന്നൊന്നര മണിക്കൂറോളം നല്ല രീതിയിൽ മിസ്റ്റായിരുന്നേ. ഇത്രയും സമയം നമ്മൾ വെറുതെ ഓടുമായിരുന്നു, കാര്യമായിട്ടുള്ള സൈറ്റിംഗ് ഒന്നും കിട്ടിയില്ല. ഇപ്പോഴാണ് ശരിക്കും കാടൊന്ന് തെളിഞ്ഞ് കിട്ടിയത്. ഇനി വേണം എന്തിനേലുമൊക്കെ ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട്. കുറേ പക്മാർക്കൊക്കെ കണ്ടു കേട്ടോ, പക്ഷേ എല്ലാം പാതി വഴി കൊണ്ട് കാടിനുള്ളിലേക്ക് കയറിപ്പോകുന്ന രീതിയിലാണ്. അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് നമുക്ക് പിന്തുടരാനും പറ്റിയില്ല എന്നുള്ളതാണ്. പിടിയാന ഒറ്റയ്ക്ക് നടന്ന് പുട്ട് തട്ടുന്നുണ്ടോ? സാധാരണ മെയിൽ അല്ലെങ്കിൽ കൊമ്പന്മാരാണ് ഇതുപോലെ ഒറ്റയ്ക്ക് നടക്കാറുള്ളത്. അവന്മാരെ ഒരു സമയം കഴിയുമ്പോഴത്തേന് ഗ്രൂപ്പിൽ നിന്നും പുറത്താക്കുന്നതാണ്. സാധാരണ പിടിയാനകളൊക്കെ ഒരു ഗ്രൂപ്പായിട്ടാണ് നടക്കാറുള്ളത്. പിന്നെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഗ്രൂപ്പിൽ നിന്ന് ഒഴിവാക്കാറുണ്ട് കേട്ടോ. ഇനി ഇവർ ഗ്രൂപ്പ് വിട്ട് പോയാലും ഇവർ എന്നേലും പരസ്പരം കണ്ടുമുട്ടുമ്പോഴത്തേന് ഇവർക്ക് തമ്മിൽ തിരിച്ചറിയാനാകും കേട്ടോ. ഇവിടെ ഇപ്പം ഒരു കടുവയ്ക്ക് 4 കുട്ടികളുണ്ട്. മോർക്കെ ഫീമെയിൽ എന്നാണ് ആ ടൈഗർസിൻ്റെ പേരും. അവരിതിലെ പാസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നോക്കിയാൽ നമുക്ക് വലിയ കടുവയുടെയും കുട്ടിക്കടുവകളുടെയും പക്മാർക്ക് നല്ല വ്യക്തമായിട്ട് കാണാവേ. മുൻപ് ഏതോ വണ്ടി പാസ് ചെയ്ത ശേഷമാണ് കേട്ടോ അവരുടെ മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നത്. സോ നമുക്കൊന്ന് തപ്പി നോക്കാവേ. കാടിനുള്ളിലേക്ക് പോയെങ്കിൽ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്താണെങ്കിലും നമുക്ക് നോക്കാം. കണ്ടില്ല റോഡിൽ നോക്കാം. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്ത് പ്രതീക്ഷിക്കാത്ത ഒരു അതിഥി. ഒരു വളവ് തിരിഞ്ഞ് ചെന്നതും നേരെ കടുവയുടെ മുമ്പിലേക്ക്. ഒരു നിമിഷം എല്ലാവരും നിശ്ചലരായി. എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യ. എക്സ്ക്ലൂസീവ് കാഴ്ചയാണ്. ഞങ്ങൾ മാത്രം, ഞങ്ങളും കടുവയും മാത്രം. അതാണ് ശരി. കടുവയ്ക്ക് മുമ്പിൽ ഞങ്ങളും, ഞങ്ങൾക്ക് മുമ്പിൽ കടുവയും. ഞെട്ടൽ മാറിയതും ഡ്രൈവർ പറഞ്ഞു, സുന്ദരിയാണ്, ദ സ്മൈലിംഗ് ബ്യൂട്ടി ഓഫ് ബന്ദിപ്പൂർ. ആ ഒരു റോയൽ എൻട്രി അല്ലെങ്കിൽ റോയൽ വാക്ക് നമുക്ക് ഒന്നുകൂടെ ഒന്ന് കണ്ടാലും.
ലൈഫിലെ ഏറ്റവും നല്ലൊരു മുഹൂർത്തമാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സൗത്ത് ഇന്ത്യൻ കാടുകളിൽ ഇത്രയും അടുത്ത്, അതായത് കൈയെത്തി പിടിക്കാവുന്ന ദൂരത്തിൽ കടുവയെ കാണുന്നത് ആദ്യമായിട്ടാണ്. ആ ഒരു ഫീല് ശരിക്കും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ആ ഒരു നിമിഷമെല്ലാം വളരെ നിശ്ചലമായിട്ട്, അല്ലെങ്കിൽ ചലിക്കാനാവാതെ നിന്ന് പോയെങ്കിലും ആ ഒരു സമയത്തെ ഫീലുണ്ടല്ലോ, രക്ഷയുമില്ലായിരുന്നു കേട്ടോ. എനിക്കിപ്പോൾ ഈ കടുവയെ തൊട്ടടുത്ത് കൈയെത്തി പിടിക്കാവുന്ന ദൂരത്തിലാണ് അവൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാണേലും യാതൊരു ഭാവ വ്യത്യാസവും ഇല്ലാതെ പുള്ളിക്കാരി ജീപ്പിനെ ക്രോസ് ചെയ്തത് അതേറെ പിന്നിലേക്ക് പോയി കേട്ടോ. എല്ലാവരും ഒരു നിമിഷം നിശ്ചലരായി പോയെന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല കേട്ടോ. അതല്ലായിരുന്നെങ്കിൽ ആരെങ്കിലും ഒരാൾ വണ്ടി ബാക്കിലേക്ക് എടുക്കാൻ പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് കുറേയധികം നല്ല ഷൂട്ടുകൾ കിട്ടിയേനെ. പക്ഷേ ആരും അത് പറഞ്ഞില്ല എന്നുള്ളതാണ്. പിന്നീടാണ് ശരിക്കും ആ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചത് തന്നെ. ആ ഒരു സമയം കൊണ്ട് തന്നെ കടുവ നമ്മുടെ ബാക്കിലേക്ക് എത്തിയിരുന്നു കേട്ടോ. ഇനി നമുക്ക് കടുവയുടെ പിന്നാലെ പോകാനേ മാർഗ്ഗമുള്ളൂ. അങ്ങനെ ഞങ്ങൾ പതിയെ വണ്ടിയെടുത്ത് കടുവയുടെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വല്ലാത്തൊരു സീൻ തന്നെയാണ്. കാര്യം ഞങ്ങൾ കടുവയും മാത്രമുള്ള ആ പരിസരത്ത് വേറെ വാഹനങ്ങളോ ആളുകളോ മൃഗങ്ങളോ പോലും ഇല്ല എന്നുള്ളതാണ് കേട്ടോ. എന്നാ കാഴ്ചയാണോ നോക്കി. ഈ ഒരു കടുവയ്ക്ക് ചിരിക്കുന്ന ഫേസ് ഉണ്ടെന്നാണ് കേട്ടോ പറയുന്നത്. അതുകൊണ്ടാണ് ഇവക്ക് സുന്ദരി എന്നുള്ളൊരു പേര് വന്നത് തന്നെ. വളരെ ബോൾഡായിട്ടുള്ളൊരു ടൈഗറസ് ആണ്. ഒരു കബ്ബും ഉണ്ട് കേട്ടോ പുള്ളിക്കാരിക്ക്. നാട്ടിലോട്ട് പോകണ്ട. അങ്ങനെ നമുക്ക് കടുവയെ കിട്ടി കേട്ടോ. രക്ഷയില്ലാത്ത വ്യൂ ആയിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. ഓടിയുള്ള നട്ടുകൊണ്ടാണ് അങ്ങനെ നടന്നു വന്നു. നമുക്ക് തൊടാന്ന് അത്ര അടുത്തുകൂടാണ് കേട്ടോ പോയത്. എന്താണേലും അടിപൊളിയൊരു സൈറ്റിംഗ് ആയിരുന്നു. നമ്മുടെ വണ്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഏതായാലും രാവിലെ മഞ്ഞൊക്കെ കൊണ്ട് യാത്ര ചെയ്ത് വെറുതെ ആയില്ല. ഇതാ ശരത്ത് ഒരുപാട് നാൾ കൂട്ടിയിട്ട് വന്നതാണ്. പിന്നെ ഇതാ നമ്മുടെ ഷഹറാസ്പ്രോ ഉണ്ട്. പുള്ളിയുടെ ഇവിടുത്തെ ആദ്യത്തെ സൈറ്റിംഗ് ആണ് കേട്ടോ. നമ്മുടെ കൂട്ടത്തിൽ ജിനോ ചേട്ടനുണ്ട് ഫ്രണ്ടിൽ. പിന്നെ വേറെ രണ്ടുപേരും കൂടെ ഉണ്ട്. ഇനി നമ്മൾ ആ ഒരു കടുവയെ കണ്ടിട്ട് ഇനി നമുക്കൊരു മണിക്കൂറും കൂടെ ബാലൻസ് ഉണ്ട്. സോ നമ്മൾ ഒരു 4 കംസുള്ള ഒരു കടുവ നിലവിലൂടെ ഉണ്ട്. അതിനെ കാണാൻ പറ്റുമോ നോക്കാൻ പോകണം. അതിൻ്റെയാണ് നമ്മൾ രാവിലെ പക്മാർക്ക് കണ്ടത്. അത് കുറേ നേരം ഞങ്ങൾ എങ്ങനെ ഇതിലെല്ലാം ഇട്ട് ചുറ്റിച്ചായിരുന്നു. പക്മാർക്ക് നോക്കി പോയി. പക്ഷേ കാണാൻ പറ്റിയില്ല. എന്നാലും വീണ്ടും നമ്മൾ ആ റൂട്ടിലേക്ക് ഒന്ന് പോകണേ. കസേരയിൽ കാല് നീട്ടിയിരിക്കുന്ന പോലെ അവൻ ഇരിക്കുന്നത് കണ്ടോ. പറഞ്ഞപ്പോഴത്തേന് കാലെടുത്ത് പുള്ളി. നമ്മൾ കഴിഞ്ഞ തവണ വന്നപ്പോഴത്തേന് ബന്ദിപ്പൂരിൻ്റെ JLR ആണ് കേട്ടോ താമസിച്ചത്. 2 പേരൊക്കെ വരുവാണ്. JLR വർത്താണ് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 7500 രൂപയ്ക്ക് നമുക്ക് 2 സഫാരിയും സ്റ്റേയും ഫുഡും ഉൾപ്പെടെയാണ് കിട്ടുന്നത്. അപ്പം നിങ്ങൾ വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ JLR ബുക്ക് ചെയ്തിട്ട് വരിക. ഇവിടുത്തെ ബസ് എടുക്കുന്നത് നഷ്ടമാണ്. നമുക്ക് കാര്യമായിട്ടുള്ള സൈറ്റിംഗ് ഒന്നും കിട്ടില്ല കേട്ടോ. നോക്കിയൊരു കാട്ടുപോത്തെ നല്ല ഏജ് ആയതാണ് കേട്ടോ. മെയിലാണ്. പക്ഷേ അവൻ നന്നായിട്ട് ഏജ് ആയിട്ട് ക്ഷീണിച്ചു തുടങ്ങി കേട്ടോ. അതിൻ്റെ കൊമ്പ് കാണുമ്പോൾ തന്നെ അറിയാം നല്ല രീതിയിൽ ഏജ് ഉണ്ട്. കരടി പോകുന്നുണ്ടോ. ചെറിയ ബുഷസിൻ്റെ ബാക്കിൽ കൂടെയാണ് കേട്ടോ പോകുന്നത്. നല്ല സൈസുള്ളൊരു കരടിയാണ്. ഈ ബന്ദിപ്പൂർ മസനഗുഡി റൂട്ടിലൊക്കെ പോകുമ്പോൾ മിക്കവാറും നമുക്ക് കരടികളെ കാണാൻ പറ്റും. അത് കാടിനുള്ളിലേക്ക് കയറണമെന്നൊന്നുമില്ല കേട്ടോ. റോഡ് സൈഡിൽ കൂടെ പോയാലും നമുക്ക് ചില സമയത്ത് നല്ല സൈസുള്ള കരടികളെ കാണാൻ പറ്റും. വീണ്ടും ഒരു ടൈഗർ സൈറ്റ് കണ്ടായിട്ടുണ്ട്. നമ്മളിത് അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഫ്രണ്ടിൽ നമുക്ക് വണ്ടികൾ കാണാം. പോയി കേട്ടോ.
നമ്മൾ വന്നപ്പോഴത്തേന് കടുവ പോയി കേട്ടോ. വീണ്ടും നമുക്ക് കടുവ സൈറ്റിങ് കിട്ടി വന്നതായിരുന്നു, പക്ഷേ മൂവ് ആയിപ്പോയി അതോടെ. അതാണ് ഇനി കിട്ടുമെന്നുള്ള കാര്യം അറിയത്തില്ല. നമ്മുടെ ഫ്രണ്ടിൽ കുറേ വണ്ടി കിടപ്പുണ്ട്. നമ്മളോടി വന്നപ്പോഴത്തേന് കുറച്ച് ലേറ്റായി പോയി. ഏതായാലും വണ്ടിയെല്ലാം പോയിട്ടില്ല കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ചിലപ്പോൾ അത് ഓപ്പൺ ഏരിയയിലേക്ക് വരുമായിരിക്കും. വീണ്ടും നമ്മൾ കടുവയെ കണ്ടു കേട്ടോ. പക്ഷേ ജസ്റ്റ് പാല് മാത്രമേ കണ്ടുള്ളൂ. പോയി നേരെ കയറി നമ്മൾ വീട്ടിൽ പോയ വഴിയിലേക്ക് കറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞ സൈഡിൽ വണ്ടി വന്ന് കിടപ്പുണ്ട്. നോക്കാം. ആടാ അപ്പോൾ സൈറ്റിൽ നിന്ന് നോക്കാം കേട്ടോ. വണ്ടി മൂന്നാളിനെ കിടപ്പുണ്ടല്ലോ. പാട്ട് പോയി അവിടെ അല്ലേ? അവിടെ നിന്ന് പാസ് ചെയ്ത് കടുവ ഈ ഒരു പോണ്ടിലേക്ക് വെള്ളം കുടിക്കാൻ വരാനാണ് സാധ്യത. സോ നോക്കി വണ്ടികളെല്ലാം വെയിറ്റ് ചെയ്യുവാണേ. നമുക്ക് നോക്കാം, കാണാൻ പറ്റുള്ളൂ. ലാങ്കോട് വീട് തുടങ്ങി കടുവ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. പക്ഷേ ഇതിലേ വരുന്നതെന്നുള്ളതാണ്. കടുവയെ വെയിറ്റ് ചെയ്ത സമയത്ത് ഗോൾഡൻ ലൈറ്റ് കിട്ടിയൊരു കാഴ്ചയാണ്. ലങ്കൂറുകളെ ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അത് ഗോൾഡൻ ലൈറ്റ് കിട്ടണം ഈ ഒരു കാഴ്ച കിട്ടണമെങ്കിൽ. നോക്കി അവൻ്റെ ദേഹത്ത് ആ ലൈറ്റ് അടിച്ചിട്ട് ഗ്ലേസ് ചെയ്യുന്നുണ്ടോ. നല്ല രസം കേട്ടോ ആ ഒരു സമയത്ത് വരെ കാണാനായിട്ട്. ഒരുപാട് ബേഡ്സും ഉണ്ട് കേട്ടോ ഇവിടെ. മറ്റൊരു കുരങ്ങനും കുട്ടിയും കൂടി ഇരിക്കുന്നുണ്ടോ. കുട്ടി ഭയങ്കര കുസൃതിയാണ്, പക്ഷേ അവിടെ ആ ഇരിപ്പ് കാണാൻ നല്ല രസമില്ലേ. ഒന്ന് നോക്കി. കടുവ നമ്മളെ ചെറുതായിട്ടൊന്ന് പറ്റിച്ചു കേട്ടോ. നമ്മളെല്ലാവരും ബോണ്ടിൻ്റെ അവിടെ വെയിറ്റ് ചെയ്തപ്പോൾ പുള്ളി അങ്ങേ സൈഡിൽ കൂടെ പുതിയ പാസ്സായിട്ടുണ്ടെന്നൊരു ഇൻഫർമേഷൻ കിട്ടി. എല്ലാ വണ്ടിയും അങ്ങോട്ടേക്ക് പോവുകയാണ്. ഒരുപാട് വണ്ടികൾ കിടപ്പുണ്ട്, എല്ലാം കൂടെ പോയിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. ഈ ഒരു വണ്ടി അവിടെ നിന്ന് അടിച്ചു മിന്നിച്ച് വരുന്നുണ്ട്. ഈ ഒരു ബുഷിൻ്റെ ഇടയ്ക്ക് കടുവ ഉണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ ഉണ്ട്, നമുക്ക് കിട്ടുന്നില്ല. കടുവയെ കാത്തിരുന്ന ഞങ്ങൾക്ക് മുന്നിലേക്ക് ചാടി വന്നതാ ഇവനാണ് കേട്ടോ. ഒരു കുട്ടിപ്പുലി. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു അതിഥിയല്ലേ. കടുവയായി, പുലിയായി, കരടിയായി. എന്താണേലും കൊള്ളാം. പുള്ളി വന്ന ഉടനെ കാടിനുള്ളിലേക്ക് കയറിപ്പോയേ. അങ്ങനെ നമ്മുടെ സമയം ഏകദേശം കഴിയാറായി. ജയലാറിൻ്റെ വണ്ടിയൊക്കെ ഓൾറെഡി എക്സിറ്റ് അടിച്ചു. എന്നാലും പോണ്ടിൻ്റെ അവിടെ വരെ ഒന്നുകൂടെ ഒന്ന് പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് നമ്മുടെ ഡ്രൈവറിയായിട്ട് നേരെ റിവേഴ്സ് പോവുകയാണേ. നോക്കി എന്താണേലും ടൈഗർ വരാൻ സമയമായിട്ടുണ്ട്. ചിലപ്പോൾ കാണാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടാണ് ആളുടെ പോക്ക്. പക്ഷേ നമ്മൾ അവിടെ ചെന്ന് ഒന്ന് റൗണ്ട് അടിച്ച് നോക്കിയിട്ട് കണ്ടില്ല കേട്ടോ. അങ്ങനെ പോകാൻ വേണ്ടി വണ്ടി റിവേഴ്സ് എടുത്ത് തിരിച്ചിറങ്ങാൻ തുടങ്ങിയത്. ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് നോക്കിയപ്പോഴത്തേന് കാട്ടിക്കൂടെ കടുവ നടന്നു വരുന്നത്. ഇത്തവണത്തെ കടുവയെ ഞാനാണ് കേട്ടോ സ്പോട്ട് ചെയ്തത്. കണ്ടോ, കുറ്റിക്കാടിനിടയിൽ നിന്ന് പതിയെ ഇറങ്ങി വരുന്നത് കണ്ടോ. ജസ്റ്റ് വണ്ടി റിവേഴ്സ് എടുത്ത് മൂവ് ആയതാണ്. എന്തോ ഭാഗ്യത്തിന് നോക്കാൻ തോന്നി. ആ നോക്കിയ സെക്കൻഡിൽ തന്നെ പുള്ളി കണ്ണിലുടക്കി കേട്ടോ. അങ്ങനെതാ വീണ്ടും ഒരു കടുവ കൂടി. നമുക്ക് രണ്ടാമത്തെ ടൈഗറിനെ കിട്ടി. ഒന്ന് നോക്കണ്ട, മെയിലാട്ടോ. കരടി മെയിൽ എന്ന് പറഞ്ഞ ടൈഗർ കേട്ടോ. ഇപ്പോൾ ഓ മാനെ, അപ്പോഴേക്കും പോയ ഒന്ന് രണ്ട് വണ്ടികൾ കൂടെ തിരിച്ചു വന്നു കേട്ടോ. പക്ഷേ കടുവ കുളത്തിലിറങ്ങിയില്ല. കുളത്തിൽ വരുമെന്നാണ് പ്രതീക്ഷിച്ചത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുളത്തിൻ്റെ അവിടെ തന്നെ നിന്നു. പക്ഷേ
പുള്ളി പതിയെ നടന്ന് റോഡിലേക്കാണ് കേട്ടോ ഇറങ്ങിയത്. നമ്മൾ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞത് അങ്ങനെ പാസ് ചെയ്യാൻ സാധ്യതയുണ്ട്, നമുക്ക് ഫ്രണ്ടിലേക്ക് പോകാം. പക്ഷേ വണ്ടി മൂവ് ആയി കഴിഞ്ഞാൽ നമുക്ക് ക്യാമറ നല്ല രീതിയിൽ ഷെയ്ക്ക് ആകും, നല്ല വിഷ്വൽ കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ അവിടെ തന്നെ നിന്ന് കേട്ടോ. പുള്ളി പറഞ്ഞ പോലെ തന്നെ അത് പതിയെ റോഡിൽ കൂടെ പാസ്സായി. വീണ്ടും നമ്മുടെ ഡ്രൈവർ ചേട്ടൻ വണ്ടി തിരിച്ചിട്ട് ബാക്കിയെല്ലാം വണ്ടി നേരെ പോയപ്പോഴത്തേന് കടുവ പോയ റൂട്ടിൽ തന്നെ പോകണം കേട്ടോ. ഇവിടെ നിന്നാണ് നമുക്ക് ലെപ്പേർഡ് കിട്ടിയത്. അമ്മോ, വല്ലാത്തൊരു ചവിട്ടായി പോയി. ഫ്രണ്ടിലേക്ക് പോയ കടുവ ഇതാ തിരിച്ചു വരുന്നുണ്ടേ. അണ്ണ ബാക്ക് എടുക്കണം. മേലോട്ട് പോകണം. ഇതുണ്ടോ ലെപ്പേഡിനെ കണ്ട സ്ഥലത്താണേ ആ സ്മെല്ലെടുക്കുക കേട്ടോ ലെപ്പേഡിൻ്റെ. കണ്ടോ ലെപ്പേഡ് കയറിപ്പോയി. നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ആൾ ചില്ലറക്കാരനല്ല കേട്ടോ. കരടിമേൽ ഇവന് പേര് വന്നത് ഒരു കരടിയെ ഇവൻ കൊല്ലുന്നതിൻ്റെ വിഷ്വൽ നല്ല രീതിയിൽ വൈറലായിട്ടുണ്ടായിരുന്നേ. അങ്ങനെയാണ് ഇവന് കരടിമേൽ എന്നുള്ള പേര് വന്നത്. ഇപ്പം കണ്ട ലെപ്പേഡ് വളരെ ചെറുതാണ്, ഇവൻ്റെ മുമ്പിൽ പെട്ടാൽ തീർന്നു. പക്ഷേ ആ ഒരു ലെപ്പേഡ് ഇപ്പോൾ അടുത്ത പഞ്ചായത്തിലെത്തി കാണുവേ. എന്താണേലും പുള്ളി മണം പിടിച്ച് അതിൻ്റെ പുറകെ കാടിനുള്ളിലേക്ക് കയറി പോവുകയാണേ. ഇതൊരു വല്ലാത്ത കാഴ്ച തന്നെയാണ്. എന്താണേലും കൊള്ളാം. എന്നാണ് അവനകത്തേക്ക് കയറി പോവുകയാണേ. 1 മിനിറ്റിൻ്റെ ഗ്യാപ്പിൽ നമുക്ക് പുലിയെയും കടുവയും കാണാൻ പറ്റും കേട്ടോ. അടിപൊളി സഫാരി തന്നെ. ഇതാണ്ടേ തിരികെ പോരുന്ന വഴിക്ക് ആനക്കൂട്ടം. ഇതിൽ കൂടുതൽ ഇനി എന്നാ വേണമല്ലേ. അതൊക്കെ ഒരു കൂട്ടം ആനകളുണ്ട്. എല്ലാവരും അങ്ങനെ വിശാലമായിട്ട് നിന്ന് മേയുവാണ് കേട്ടോ. ഫോൺ എടുത്തിട്ട് ഇതിനെ വൈറൽ ആകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ആരാ ഫോൺ എടുത്തു? മലയ്ക്കുള്ള ഫോൺ വണ്ടികൾ. അങ്ങനെ നമ്മുടെ സഫാരി തീർന്നു കേട്ടോ. നമ്മൾ ഇത്തവണ കരടിയെ കണ്ടു, കടുവയെ കണ്ടു, ലെപ്പേഡിനെ കണ്ടു. അങ്ങനെ വളരെ ഹാപ്പി ആയിട്ടാണ് കേട്ടോ തിരിച്ചിറങ്ങുന്നത്. ഭയങ്കര സന്തോഷമായി. കുറേ നാൾ കൂടിയിട്ടാണ് നെല്ലിപ്പൂരിലേക്ക് വന്നത്. അതും വരണോ വേണ്ടോ എന്ന് പലതവണ ചിന്തിച്ച ശേഷം വന്നതാണ്. എന്നാലും അടിപൊളിയായിട്ട് നമുക്ക് സൈറ്റിങ് കിട്ടി. അപ്പോൾ ഇതാ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന വിശ്വാസത്തോടെ ദിസ് ഇസ് പാട്ടല സ്റ്റീവ് സൈനിങ് ഓഫ്.